ഹായ് ഫ്രണ്ട്സ്, BK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പെരുന്നാൾ വിശേഷങ്ങളുമായിട്ടാട്ടോ. പെരുന്നാളെന്ന് വെച്ചാൽ എവിടെയാണെന്നല്ലേ, എൻ്റെ മമ്മിയുടെ ഇടവപ്പള്ളിയായ ഇഞ്ചൂർ പള്ളിയിൽ പെരുന്നാളിന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോവുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം ഇന്ന് അങ്ങോട്ടേക്ക് ആയിക്കൊള്ളാം ഞങ്ങൾ യാത്രയെന്ന് കണക്ക് കൂട്ടി. പള്ളിയിൽ ചെന്നു അതിമനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. എന്ത് രസമാണെന്ന് പറയാം, പള്ളി പണിതേക്കണതും അവിടുത്തെ ലൈറ്റുകളും എല്ലാം. ചെണ്ടമേളം, ഞങ്ങൾ ചെന്നപ്പോൾ ചെണ്ടമേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെണ്ടമേളമൊക്കെ നല്ല സൂപ്പർ. ഞങ്ങൾ അതിക്ക് മുമ്പ് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചെണ്ടമേളം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ വെടിക്കെട്ട്, മാനത്ത് അതിമനോഹരമായ രീതിയിൽ കരിമരുന്ന് പ്രയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം അത് കണ്ടു. പിന്നെ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ ഞങ്ങളങ്ങനെ ആസ്വദിച്ചു. പിന്നെ ആളുകളോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ പള്ളിയുടെ ലൈറ്റൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കി. അപ്പോൾ അവിടെ പല രീതിയിൽ വർണ്ണങ്ങളിൽ ഇങ്ങനെ ലൈറ്റുകൾ വരുന്നു. അതുപോലെ തന്നെ ആദ്യബല ശേഖരം 12 കുടുംബ യൂണിറ്റുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ആദ്യബലങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് പള്ളിയിൽ വെച്ചിരിക്കുകയാണ് നാളെ ലേലം ചെയ്യാൻ വേണ്ടി. അപ്പം എനിക്ക് തോന്നി നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും അവിടെ മരിച്ച് അടക്കിയത് അവിടെയാണ്. അവിടെ പോയി പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ നേരെ സെമിത്തേരിയിലേക്ക് തിരിയുമായി ചെന്നപ്പോൾ സെമിത്തേരി ആണെങ്കിൽ നല്ലവണ്ണം ലൈറ്റ് ഇങ്ങനെ തിരി കത്തിച്ച് വെച്ചിരുന്നു. അവിടെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്നപ്പോൾ പ്രദക്ഷിണം ഇറങ്ങാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്തി ആദരവോടുകൂടി അവിടെ ഇങ്ങനെ പ്രദക്ഷിണം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടെ പ്രദക്ഷിണം ഇറങ്ങുന്നതിനുള്ള എല്ലാ ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രദക്ഷിണം ഇറങ്ങി പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളും അവിടെ അടിവാട് ഒരു കുരിശും തൊട്ടിയുണ്ട്, അങ്ങോട്ടേക്കാണ് എന്നാണ് പറഞ്ഞത്, പെടവൂര്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ പള്ളിയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിന്ന് മെഴുതിരി എത്തിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു അസോസിയേഷൻ ബുക്ക് സ്റ്റാളിൽ കയറി. അവിടെ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഒരു ഫലൂടയാണെന്ന് തോന്നുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പയ്യരി അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ഞങ്ങൾ കോതമംഗലത്തൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നേരെ കോതമംഗലത്ത് കടയിൽ വന്നു. അതിന് മുമ്പായിട്ട് പള്ളിയിൽ ഇങ്ങനെ ലൈറ്റുകളൊക്കെ അതിമനോഹരമായിട്ട് ഞങ്ങൾ കണ്ടു കേട്ടോ. അവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ണിന് കുളിർമയേകുന്നതായിരുന്നു. അപ്പം ഇന്നും നാളെയുമാണ് പെരുന്നാൾ. നിങ്ങൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുക, പെരുന്നാളിന് സംബന്ധിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. അവിടെ അലങ്കരിച്ച ലൈറ്റുകളൊക്കെ നല്ല ഭംഗി. ആ മുറ്റത്തുള്ള നെല്ലിമരമാണിത് അലങ്കരിച്ചിട്ടേക്കുന്നത്. അതിനുശേഷം ഞങ്ങളവിടെ നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ പോന്നു. ഞങ്ങൾ നേരെ കോതമംഗലത്ത് വന്നു. 99 ജ്യൂസ് ഷോപ്പിൽ കയറിയിട്ട് എല്ലാവരും ഒരു ജ്യൂസ് കൂടി കഴിക്കാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും കിട്ടുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു. അവിടുത്തെ ലൈറ്റൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് പതിയെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആ വഴിയൊക്കെ എന്ത് ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ, നല്ല ഭംഗി. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തു നേരെ പോന്നു. കടയിൽ വന്ന് ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നു. അവിടെ ഞങ്ങൾ കടയിൽ കയറി ജ്യൂസൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടിയിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് പതിയെ ജ്യൂസ് കഴിക്കാനുള്ളതായ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ജ്യൂസൊക്കെ കഴിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചും കുറച്ച് നേരം പൊട്ടിച്ചിരിച്ചും അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ചിലവഴിച്ചു. നല്ല ജ്യൂസൊക്കെ ആയിരുന്നു എന്തായാലും, 99 ജ്യൂസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എല്ലാവരും വീട്ടിലേക്ക് വന്നു. നേരെ ഓരോ ഭവനങ്ങളിലേക്ക് ഞങ്ങളങ്ങ് തിരിച്ച് പോയിട്ടോ. പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണുന്നവരെ ഓക്കെ, ബൈ, സീ യു.